വാസുദേവായ. നമസ്കാരം. ഏവർക്കും കളരി സ്പന്ദനത്തിലേക്ക് സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 7-ാമത്തെ അധ്യായത്തിലെ 19 മുതൽ 23 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 24. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മാമബുദ്ധയ പരം ഭാവമജാനന്ദ മമാവ്യയമനുത്തമം. അന്വയം: അവ്യയം അനുത്തമം പരം മമ ഭാവം അജാനന്ദഃ അബുദ്ധയഃ അവ്യക്തം മാം വ്യക്തിം ആപന്നം മന്യന്തേ. അതായത്, നാശമില്ലാത്തതും സർവോത്തമവും എല്ലാറ്റിനും അതീതവുമായ എൻ്റെ സ്വരൂപത്തെ അറിയാത്ത ബുദ്ധിശൂന്യർ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമല്ലാത്ത എന്നെ വ്യക്തിഭാവത്തെ കൈക്കൊണ്ടവനായി അല്ലെങ്കിൽ ശരീരമെടുത്തവനായി വിചാരിക്കുന്നു. ശ്ലോകം 25. നാഹം പ്രകാശ സർവസ്യ യോഗമായാ സമാവൃത മൂഢോയം നാഭിജാനാതി ലോകോ മാമജമവ്യയം. അന്വയം: യോഗമായ സമാവൃതഃ അഹം സർവസ്യ ന പ്രകാശഃ മൂഢഃ അയം ലോകം അജം അവ്യയം മാം ന അഭിജാനാതി. അതായത്, യോഗമായയാൽ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഘടനയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്ന ഞാൻ എല്ലാവർക്കും പ്രത്യക്ഷനായി തീരുന്നില്ല. മായയാൽ മോഹിതരായ ജനങ്ങൾ എന്നെ ജനനമില്ലാത്തവനും നാശമില്ലാത്തവനുമായി അറിയുന്നില്ല. ശ്ലോകം 26. വേദാഹം സമതീതാനി വർത്തമാനാനി ചാർജുന ഭവിഷ്യാണി ച ഭൂതാനി മാം തു വേദ ന കശ്ചന. അന്വയം: അർജുന, സമതീതാനി വർത്തമാനി ച ഭവിഷ്യാണി ച ഭൂതാനി അഹം വേദ മാം തു കശ്ചന ന വേദ. അതായത്, അല്ലയോ അർജുന, കഴിഞ്ഞുപോയവയും ഇപ്പോഴുള്ളവയും വരാനിരിക്കുന്നവുമായ ജീവികളെ ഞാൻ അറിയുന്നു, എന്നെ ആകട്ടെ ആരും അറിയുന്നില്ല. മായയാൽ മറയ്ക്കുന്ന പരമാത്മാവിനെ ആരും അറിയുന്നില്ല. മായാബദ്ധമല്ലാത്തതിനാൽ പരമാത്മാവ് എല്ലാം അറിയുന്നു. ശ്ലോകം 27. ഇച്ഛാദ്വേഷസമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത സർവഭൂതാനി സമ്മോഹം സർഗേ യാന്തി പരന്തപ. അന്വയം: പരന്തപ ഭാരത, സർഗേ ഇച്ഛാദ്വേഷസമുത്ഥേന ദ്വന്ദ്വമോഹേന സർവഭൂതാനി സമ്മോഹം യാന്തി. അതായത്, അല്ലയോ അർജുന, സൃഷ്ടികാലത്ത് തന്നെ, അതായത് ജനിക്കുമ്പോൾ തന്നെ രാഗദ്വേഷങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ നിമിത്തം ഉണ്ടാകുന്ന മോഹത്താൽ, അതായത് അവിവേകത്താൽ എല്ലാ ജീവികളും മൗഢ്യത്തെ പ്രാപിക്കുന്നു. സകല ജീവികളും മോഹത്തിന് വശംവദരായിട്ടാണ് ജനിക്കുന്നത്. അതിനാലാണ് പരമാത്മാവിനെ അവർക്ക് ഭജിക്കാൻ സാധിക്കാത്തത്. ശ്ലോകം 28. യേഷാം ത്വന്ദഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹനിർമുക്താ ഭജന്തേ മാം ദൃഢവ്രതാഃ. അന്വയം: തു പുണ്യകർമ്മണാം യേഷാം ജനാനാം പാപം അന്തഗതം തേ ദ്വന്ദ്വമോഹനിർമുക്താഃ നിർമുക്താഃ, ദൃഢവ്രതാഃ, മാം ഭജന്തേ.
അതായത് എന്നാൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചവരായ ഏത് ജനങ്ങളുടെ പാപം നശിച്ചിരിക്കുന്നുവോ അവർ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ ഉണ്ടാക്കുന്ന മോഹത്തിൽ നിന്ന് മുക്തരായി നിശ്ചയദാർഢ്യത്തോടെ എന്നെ ഭജിക്കുന്നു. ശ്ലോകം 29. ജരാമരണമോക്ഷായ മാമാശ്രിത്യ യദന്തി യേ തേ ബ്രഹ്മ തദ്വിദു കൃത്സ്നമധ്യാത്മം കർമ്മ ചാഖിലം. അന്വയം: യേ ജരാമരണമോക്ഷായ മാം ആശ്രിത്യ യതന്തി തേ തദ് ബ്രഹ്മ കൃത്സ്നം അധ്യാത്മം അഖിലം കർമ്മ ച വിദുഹു. അതായത് ഏതൊരാൾ ജരാമരണങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി എന്നെ ആശ്രയിച്ച് പ്രയത്നിക്കുന്നുവോ അവർ പരബ്രഹ്മത്തെയും പൂർണ്ണമായ അധ്യാത്മരഹസ്യത്തെയും മുഴുവൻ കർമ്മത്തെയും അറിയുന്നു. ജരാമരണങ്ങളിൽ നിന്നുള്ള മോചനം പുനരാവൃത്തി രൂപമായ സംസാരത്തിൽ നിന്നുള്ള മോചനം തന്നെയാണ്. ആത്മജ്ഞാനലബ്ധി എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ഉതകും മട്ടിൽ എങ്ങനെ കർമ്മം ചെയ്യണമെന്ന അറിവാണ് കർമ്മത്തെ അറിയൽ. ശ്ലോകം 30. സാധിഭൂതാധിദൈവം മാം സാധിയജ്ഞം ച യേ വിദു പ്രയാണകാലേപി ച മാം തേ വിദുർയുക്തചേതസ. അന്വയം: സാധിഭൂതാധിദൈവം സാധിയജ്ഞം ച മാം യേ വിദുഃ യുക്തചേതസഃ തേ പ്രയാണകാലേ അപി ച മാം വിദുഃ. അതായത് എന്നെ അധിഭൂതം, അധിദൈവം, അധിയജ്ഞം എന്നിവയോടുകൂടി ആരറിയുന്നുവോ എന്നിൽ മനസ്സുറച്ച അവർ മരണസമയത്തുകൂടി എന്നെ അറിയുന്നു. അധിഭൂതം നാമരൂപാത്മകമായ ജഗത്ത് തന്നെയാണ്. നാശമുള്ളതെല്ലാം അധിഭൂതമാകുന്നു. അധിദൈവം എന്നാൽ ദേവന്മാരെ, അതായത് ഇന്ദ്രിയ മനോബുദ്ധികളെ സംബന്ധിച്ചത് എന്നർത്ഥം. എല്ലാത്തിലുമുള്ള ജീവാത്മഭാവം അധിദൈവമാണ്. ഇനി അധിയജ്ഞം എന്നാൽ ജീവിത വ്യാപാരങ്ങളെ സംബന്ധിച്ചവയാണ്. എല്ലാ കർമ്മങ്ങൾക്കും നിയന്താവായി അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ് അധിയജ്ഞൻ. അടുത്ത അധ്യായത്തിൽ ഇവയെ വിശദമായി പറയുന്നുണ്ട്. ശ്രീമദ് ഭഗവത്ഗീതയുടെ 7-ാമത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനവിജ്ഞാനയോഗോ നാമ 7-മോऽധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.